ഹലോ ഡിയർ സ്റ്റുഡൻസ്, മൾട്ടിപ്ലയർ. അപ്പോൾ ഇനി നമ്മൾ കെയ്ൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് മൾട്ടിപ്ലയർ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കെയ്നീഷ്യൻ മൾട്ടിപ്ലയർ പൊതുവെ അറിയപ്പെടുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഇൻകം മൾട്ടിപ്ലയർ എന്നാണ്. അപ്പോൾ ഇൻകം മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ജെയിംസ് കെയ്ൻസ്. ഓക്കെ, പക്ഷേ ഈ മൾട്ടിപ്ലയർ എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആദ്യമായി കൊണ്ടുവന്നത് ആർ എഫ് ഖാനാണ് മൾട്ടിപ്ലയർ എന്നുള്ള കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം കൊണ്ടുവന്ന മൾട്ടിപ്ലയറിൻ്റെ പേരാണ് എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ? ഓക്കെ, ആർ എഫ് ഖാൻ ഡെവലപ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ. ഓക്കെ, what is employment multiplier? The employment multiplier is the ratio of increase in total employment to the increase in primary employment. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ രണ്ട് കാര്യമാണുള്ളത്. ഈ മൾട്ടിപ്ലയർ എന്നുള്ളത് ചേഞ്ച് ഇൻ ഒരു വേരിയബിൾ ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ മറ്റൊരു വേരിയബിൾ, അതാണ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്ന ചേഞ്ചാണ്. ഏത്? ടോട്ടൽ ഒരു എക്കോണമിയിലുള്ള ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്ന ചേഞ്ച് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ പ്രൈമറി എംപ്ലോയ്മെൻറ്റ് ഓഫ് ദാറ്റ് എക്കോണമി. ഓക്കെ, അപ്പോൾ എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൈമറി എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ചേഞ്ച് ഇൻ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ചേഞ്ച് ഇൻ പ്രൈമറി എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഡെൽറ്റ എന്നും ഡെൽറ്റ N1 തമ്മിലെ റിലേഷൻഷിപ്പാണ് എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്. ഇൻക്രീസ് എന്ന് പറയാം, ഡിക്രീസ് എന്ന് ബുക്കിൽ ഇൻക്രീസ് എന്നാണ് കൊടുത്തത്, പക്ഷെ അങ്ങ് ഇൻക്രീസ് മാത്രമല്ല ഡിക്രീസിങ് ആവും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ടു ദി ചേഞ്ച് ഇൻ പ്രൈമറി എംപ്ലോയ്മെൻറ്റ്. അതാണ് എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആറ്റ് ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു കെ ഡാഷ് ഇൻറ്റു ഡെൽറ്റ N1. ഡെൽറ്റ എൻ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്. ഡെൽറ്റ N1 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈമറി എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഇതിൽ നമുക്ക് കെ എന്താണ്? കെ ആണ് അവിടെ എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ. കെ ഡാഷ് ക്യാൻ ബി റൈറ്റ് ആസ്, ഇത് റീറൈറ്റ് ചെയ്താൽ നമുക്ക് കെ ഡാഷ് കിട്ടും. കെ ഡാഷ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ബൈ ഡെൽറ്റ N1 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈമറി എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ കെ ഡാഷ് ഈസ് ദി എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ടു ദി ചേഞ്ച് ഇൻ പ്രൈമറി എംപ്ലോയ്മെൻറ്റ്. ഇനി നൗ ദ ക്വസ്റ്റ്യൻ, എന്താണ് ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്? ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ഈസ് എൻ എക്കോണമി ഈസ് കോമ്പോസ്ഡ് ഓഫ് പ്രൈമറി എംപ്ലോയ്മെൻറ്റ് ആൻഡ് സെക്കൻഡറി എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഒരു ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു എക്കോണമിയിലെ പ്രൈമറി എംപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ സെക്കൻഡറി എംപ്ലോയ്മെൻറ്റും സം ചെയ്തതാണ് ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നമുക്കറിയാം. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് പ്രൈമറി എംപ്ലോയ്മെൻറ്റ് എന്ന് നമുക്കറിയണം. ഓക്കെ, പ്രൈമറി എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൈമറി എംപ്ലോയ്മെൻറ്റ് ഇത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു എനി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. ഓക്കെ, പ്രൈമറി എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എക്കോണമിയിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന എംപ്ലോയ്മെൻറ്റിനെയാണ് പ്രൈമറി എംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ സെക്കൻഡറി എംപ്ലോയ്മെൻറ്റ് ഈസ് വിച്ച് ഒക്കേഴ്സ് ഇൻ കൺസംഷൻ ഇൻഡസ്ട്രീസ് ആസ് എ റിസൾട്ട് ഓഫ് പ്രൈമറി എംപ്ലോയ്മെൻറ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡസ്ട്രി. അപ്പോൾ ഒരു എക്കോണമിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നത് മുഖേന പ്രൈമറി എംപ്ലോയ്മെൻറ്റ് കൂടി. പ്രൈമറി എംപ്ലോയ്മെൻറ്റ് കാരണം എന്ത് കാരണമായി? അത് പിന്നെ കൺസംഷൻ വർദ്ധിച്ചു. കൺസംഷൻ ഇൻഡസ്ട്രീസിൽ കൺസംഷൻ ഡിമാൻഡ് കൂടി. ഓട്ടോമാറ്റിക്കായിട്ട് കൺസംഷൻ ഇൻഡസ്ട്രീസിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടി. അപ്പോൾ എന്തായി? അങ്ങനെ ഉണ്ടാകുന്ന എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസാണ് സെക്കൻഡറി എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി എംപ്ലോയ്മെൻറ്റ് ഈസ് എംപ്ലോയ്മെൻറ്റ്
വിച്ച് ഒക്കേഴ്സ് ഇൻ ദ കൺസംഷൻ ഇൻഡസ്ട്രി. അതെന്തുകൊണ്ടാണ്? ആസ് എ റിസൾട്ട് ഓഫ് ദ പ്രൈമറി എംപ്ലോയ്മെൻറ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡസ്ട്രി. പ്രൈമറി എംപ്ലോയ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മുഖേന പ്രൈമറി എംപ്ലോയ്മെൻറ്റ് കൂടി, അത് മുഖേന ഡിമാൻഡ് കൂടിയത് കാരണം കൺസംഷൻ വർദ്ധിച്ചു, കൺസംഷൻ ഇൻഡസ്ട്രീസിൽ എംപ്ലോയ്മെൻറ്റ് കുറേ വർദ്ധിച്ചു. അങ്ങനെയുള്ള എംപ്ലോയ്മെൻറ്റിനെ പറയുന്ന പേരാണ് സെക്കൻഡറി എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്കോണമി എന്ന് പറയുന്നത് പ്രൈമറി എംപ്ലോയ്മെൻറ്റ് പ്ലസ് സെക്കൻഡറി എംപ്ലോയ്മെൻ്റ് ആണ്. മൾട്ടിപ്ലർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈമറി എംപ്ലോയ്മെൻറ്റ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ദിസ് ഈസ് അബൌട്ട് എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലർ. ഇതിലൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും, എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലർ ആരാണ് കൊണ്ടുവന്നത്? എഴുതാൻ മറക്കരുത്, RF ഖാൻ. ഇതെന്താണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്കിൽ, ഹൗ ക്യാൻ യു ഡിഫൈൻ എംപ്ലോയ്മെൻറ്റ് മൾട്ടിപ്ലർ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ പ്രൈമറി എംപ്ലോയ്മെൻറ്റ്, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് to change in primary employment. How can you represent it? K star is equal to delta n by delta n1. ഓക്കെ, ഇനി നമ്മൾ കെയ്ൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലർ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇൻകം മൾട്ടിപ്ലർ എക്സ്പ്ലെയിൻ ചെയ്യാം. കെയ്ൻസ് മൾട്ടിപ്ലർ ഈസ് നോൺ ആസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലർ ഓർ ഇൻകം മൾട്ടിപ്ലർ. കെയ്ൻസിൻ്റെ മൾട്ടിപ്ലർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലർ എന്നും അറിയപ്പെടുന്നു, അതുപോലെ തന്നെ ഇൻകം മൾട്ടിപ്ലർ എന്നും അറിയപ്പെടുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലർ ഷോസ് ദ ബേസിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ഇൻകം ടു ദി ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അവിടെ നമ്മൾ എംപ്ലോയ്മെൻറ്റ് പറഞ്ഞ ചേഞ്ച് ഇൻ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ടു ചേഞ്ച് ഇൻ പ്രൈമറി എംപ്ലോയ്മെൻറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ചേഞ്ച് ഇൻ ടോട്ടൽ ഇൻകം ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിനുണ്ടാവുന്ന റിസൾട്ട് അത് ഇൻകത്തിൽ എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കുന്നു, ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻകത്തിൽ എത്രത്തോളം ചേഞ്ച് ഉണ്ടാക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലർ അല്ലെങ്കിൽ ഇൻകം മൾട്ടിപ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ഇൻകത്ത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡെൽറ്റ വൈ. ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡെൽറ്റ ഐ. അക്കോർഡിംഗ് ടു കെയ്ൻ, വേർ ദർ ഇസ് ആൻ ഇൻക്രിമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, income will increase by an amount which K times the increment in investment. ഇപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ കെയ്ൻസ് പറയുന്നത് ഇൻകത്തിലുണ്ടാകുന്ന മാറ്റം അത് ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടാകുന്ന മാറ്റം അതെന്തിൽ മാറ്റം കൊണ്ടുവരുന്നു? ഇൻകത്തിൽ മാറ്റം കൊണ്ടുവരുന്നു. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന മാറ്റത്തിനേക്കാൾ പിന്നെ K ടൈംസ് കൂടുതലായിരിക്കും എന്തുണ്ടാവുക? ഇൻകത്തിലുണ്ടാവുന്ന മാറ്റം ഉണ്ടാവുക ആസ് എ റിസൾട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു എക്കോണമിയിൽ 1 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ, ഓക്കെ, അത് എക്കണോമിയിൽ ഇൻകത്തിലും മാറ്റം വരിക K ടൈംസ് ആയിരിക്കും. 1 കോടി മാത്രമാവില്ല, K ടൈംസ് ആയി. ആ K എന്നുള്ളത് 2 ടൈംസ് ആവാം, 3 ടൈംസ് ആവാം, ഒരു 4 ടൈംസ് ആവും. മൾട്ടിപ്ലർ ഇഫക്റ്റ് ആയിരിക്കും അത് ഇൻകത്തിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്ന മാറ്റം മുഖേന ഇൻകത്തിലുണ്ടാകുന്ന മാറ്റത്തെയാണ് മൾട്ടിപ്ലർ എന്ന് പറയുന്നത്. കെയ്ൻസ് പറയുന്നത് എക്കോണമിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നാൽ അത് ഇൻകത്തിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് K ടൈംസ് ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഡെൽറ്റ വൈ. ആ K ടൈംസ് എന്നുള്ളത് സപ്പോസ് ചേഞ്ച് ഇൻ ഇൻകം ആസ് എ റിസൾട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഡെൽറ്റ വൈ ഈക്വൽ ടു K ഇൻറ്റു ഡെൽറ്റ ഐ ആയിരിക്കും. അപ്പോൾ ഇൻകം ഒരു ഡെൽറ്റ ഐ കൊണ്ടുവന്നാൽ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? K ഇൻറ്റു ഡെൽറ്റ ഐ ആയിരിക്കും. സപ്പോസ് ഒരു എക്കോണമിയിൽ 2021 ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ആണ്. നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഇസ് ഈക്വൽ ടു K ഇൻറ്റു ഡെൽറ്റ ഐ ആയിരിക്കും. അതുകൊണ്ട് K എന്ന് പറയുന്നത് മൾട്ടിപ്ലർ എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ആണ്. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻകം, ഡെൽറ്റ ഐ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. K ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലർ. അപ്പോൾ K ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഷോർട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലർ അല്ലെങ്കിൽ മൾട്ടിപ്ലർ ഈസ് ദ റേഷ്യോ ഓഫ് ദ ചേഞ്ച് ഇൻ നാഷണൽ ഇൻകം ടു ദ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് കാൾഡ് മൾട്ടിപ്ലർ. ഇനി അപ്പോൾ 2 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ മൾട്ടിപ്ലർ നീഡ് ടു ബി നോട്ടഡ്. 2 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഉണ്ട് മൾട്ടിപ്ലർ. അത് മൾട്ടിപ്ലർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ 2 പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണം. ഒന്ന്, ഇറ്റ് ഈസ് എ ക്യുമുലേറ്റീവ് പ്രോസസ്സ്. ഇതൊരു ക്യുമുലേറ്റീവ് പ്രോസസ്സാണ്. ഇൻകത്തിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അതൊരു ക്യുമുലേറ്റീവ് പ്രോസസ്സാണ്.
രണ്ടാമതോ ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഡിപ്പെൻഡ്സ് ഓൺ ദി MPC. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഈസ് ഡിപ്പെൻഡ്സ് ഓൺ MPC. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൺസംഷൻ ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഇൻകം. അതാണ് ആക്ച്വലി എന്ത് തീരുമാനിക്കുന്നത്, മൾട്ടിപ്ലയറിൻ്റെ കെൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി വി ക്യാൻ സി വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MPC ആൻഡ് മൾട്ടിപ്ലയർ എന്ന് നോക്കാം. ഓക്കെ, ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ MPC. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ് ഈ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദ സൈസ് ഓഫ് ദ മൾട്ടിപ്ലയർ വേരീസ് ഡയറക്റ്റ്ലി വിത്ത് സൈസ് ഓഫ് MPC. അപ്പോൾ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ എന്നുള്ളത് ഇത് ഡയറക്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് അസോസിയേഷൻ ആണുള്ളത് വിത്ത് റെസ്പെക്ട് ടു സൈസ് ഓഫ് MPC. MPCയും മൾട്ടിപ്ലയർ വാല്യൂ ഡയറക്റ്റ് ആണ്. വെൻ MPC ഈസ് ഹൈ, MPC കൂടുതലാവുമ്പോൾ ദ മൾട്ടിപ്ലയർ ഈസ് ഹൈ ആയിരിക്കും. MPC കൂടിയാൽ മൾട്ടിപ്ലയറും കൂടും. വെൻ MPC ഈസ് ലോ ദ മൾട്ടിപ്ലയർ ഈസ് ഓൾസോ ലോ. അതാണ് ഡയറക്റ്റ് ആൻഡ് പോസിറ്റീവ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തിയററ്റിക്കലി ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ വേരീസ് ബിറ്റ്വീൻ 1 ആൻഡ് ഇൻഫിനിറ്റി. അപ്പോൾ മൾട്ടിപ്ലയറുടെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ലൈ ബിറ്റ്വീൻ 1 ആൻഡ് 0. ദാറ്റ് മീൻ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ ഒന്നിനേക്കാൾ കൂടുതലും ഇൻഫിനിറ്റികൾ താഴെയായിരിക്കും മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ വെൻ ദ MPC 0, ഇനി നമ്മൾ MPCയും മൾട്ടിപ്ലയറും പോസിറ്റീവ് അസോസിയേഷൻ ആണെന്ന് പറഞ്ഞു. സപ്പോസ് MPC 0 ആണെങ്കിൽ ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ 1 ആയിരിക്കും. ഇത് ചോദിക്കുന്നു. MPC 0 ആകുമ്പോൾ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ 1 ആയിരിക്കും. ഓക്കെ, ഇഫ് MPC is equal to 1 ആണെങ്കിൽ ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഇൻഫിനിറ്റ് ആയിരിക്കും. ഇത് രണ്ടും ഓർത്ത് വെക്കുക. ഓക്കെ, MPC 0 ആണെങ്കിൽ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ 1 ആയിരിക്കും. MPC 1 ആണെങ്കിൽ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഇൻഫിനിറ്റ് ആയിരിക്കും. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ MPC ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറും MPCയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ മൾട്ടിപ്ലയർ ഈ രൂപത്തിൽ എഴുതിയാലും മൾട്ടിപ്ലയർ എന്ന് തന്നെയാണ് പറയട്ടോ. K is equal to 1/1 minus MPC. This is the multiplier. ഓക്കെ, അപ്പോൾ K is equal to മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 1/1 ഹരിക്കണം 1 മൈനസ് MPC. ഇങ്ങനെ മൾട്ടിപ്ലയർ കാണാം. അല്ലെങ്കിൽ ഡെൽറ്റ y/Δi അതും ഇക്വേഷനാണ്. MPC ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മൾട്ടിപ്ലയർ ഇക്വേഷൻ എന്ന് പറയുന്നത് K is equal to 1/1 മൈനസ് MPC ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ദിസ് മീൻസ് മൾട്ടിപ്ലയർ ഈസ് ടു ദി റെസിപ്രോക്കൽ ഓഫ് 1 മൈനസ് ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഓക്കെ, ആൻഡ് ദ MPC ഈക്വൽ ടു 1 മൈനസ് റെസിപ്രോക്കൽ ഓഫ് ദി മൾട്ടിപ്ലയർ. അതാണ്. ഇനി ഇതിന് പ്രൂഫ് വേണമെങ്കിൽ ആവശ്യമില്ല, വേണ്ടവർക്ക് നോക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് മൾട്ടിപ്ലയർ എന്നും മൾട്ടിപ്ലയർ MPC മൾട്ടിപ്ലയർ തമ്മിൽ റിലേഷൻ എന്താണെന്നും മൾട്ടിപ്ലയർ MPC വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇക്വേഷനായിട്ട് എഴുതാം എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതുപോലെ MPCയുടെ വാല്യൂ എന്ത് 0 ആകുമ്പോൾ 1 ആകുമ്പോൾ എന്ത്, അതുപോലെ MPCക്ക് ഡിഫറെൻറ്റ് വാല്യൂ ആകുമ്പോൾ ആ ഇക്വേഷൻ എന്ത് സംഭവിക്കുന്നു, മൾട്ടിപ്ലയർ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി ഇതാക്കണേ ഈ കർവ് ഒന്ന് നോക്കുക. ഓക്കെ, മറ്റൊരു മൾട്ടിപ്ലയർ മറ്റൊരു ഇക്വേഷൻ ഉപയോഗിച്ച് കാണാം. ഒന്ന് K is equal to 1/, ഇപ്പോൾ മൾട്ടിപ്ലയർ ഇക്വേഷൻസ് ആണ്. ഒന്ന് മൾട്ടിപ്ലയർ is equal to Δy/Δi. രണ്ടാമത്തെ MPC വെച്ചിട്ടുള്ള മൾട്ടിപ്ലയർ ഇക്വേഷൻ K is equal to 1/1 മൈനസ് MPC. ഇനി മറ്റൊരു MPS വെച്ചിട്ടുള്ള ഇക്വേഷൻ K is equal to 1/MPS. ഇതും എന്താണ്, മൾട്ടിപ്ലയർ. ഈ കർവ് ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MPC ആൻഡ് മൾട്ടിപ്ലയർ. ഓക്കെ, ഇപ്പോൾ MPC 0 ആകുമ്പോൾ മൾട്ടിപ്ലയർ 1 ആയിരിക്കും. MPC ഹാഫ് ആകുമ്പോൾ മൾട്ടിപ്ലയർ 2 ആയിരിക്കും. MPC 2/3 ആകുമ്പോൾ മൾട്ടിപ്ലയർ 3 ആയിരിക്കും. 3/4 ആകുമ്പോൾ മൾട്ടിപ്ലയർ 5 ആയിരിക്കും. 0.80 ആകുമ്പോൾ മൾട്ടിപ്ലയർ 5 ആയിരിക്കും. ഓക്കെ, 5/6 ആകുമ്പോൾ 6 ആയിരിക്കും, എക്സെട്ര. 1 ആകുമ്പോൾ ഇൻഫിനിറ്റ്. ഈ വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ ചിലപ്പോൾ PSCക്കും ഇതിനൊക്കെ ചോദിക്കുന്ന ഒരു ഫിഗറാണ്. മൾട്ടിപ്ലയർ
MPC 2/3 ആകുമ്പോൾ മൾട്ടിപ്ലർ എത്താന്ന് ചോദിക്കും. ആ ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടും. ഓക്കെ, 1/1 - MPC എന്നുള്ളത് സോൾവ് ചെയ്താൽ കിട്ടും. പക്ഷേ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും പഠിച്ച് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ എന്താണ് MPC എന്നും എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലർ എന്നും അതിൻ്റെ 3 രൂപത്തിൽ എങ്ങനെ ഇക്വേഷനിൽ റെപ്രസെൻ്റ് ചെയ്യാമെന്നും MPC മൾട്ടിപ്ലറും തമ്മിൽ റിലേഷൻ എന്താണെന്നും പിന്നെ ഈ ഈ ടേബിള് എക്സ്പ്ലനേഷൻ ടേബിൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ വേണ്ട, ഓവർ ആണ്ട, ഒക്കെ തന്നെ റിപ്പീറ്റേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിലിപ്പോൾ അതും കൂടുതലൊന്നും നിങ്ങൾ എഴുതാനോ നോട്ടൊന്നും എഴുതാൻ നിൽക്കണ്ട. മൾട്ടിപ്ലയർ ഓപ്പറേറ്റ്സ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ഇനീഷ്യൽ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് മൾട്ടിപ്ലയർ ബാക്കിലോട്ടും പോവും ഫോർവേഡും ചെയ്യും. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 1 കോടി അത് ബാക്ക്വേർഡും ഉണ്ട് ഫോർവേഡും ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുകയും ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുകയും ചെയ്യും. കൂട്ടിയാൽ ഇൻകം മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ടാവും, കുറച്ചാൽ ഇൻകം മൾട്ടിപ്ലയർ ഇഫക്റ്റിൽ കുറയുകയും ചെയ്യും. അതാണ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് എന്ന്, ഡിപ്പെൻഡിങ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഡയറക്ഷൻ അനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഫോർവേഡ് ഉണ്ട് ബാക്ക്വേർഡ് ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതൊന്നും പ്രസക്തിയില്ല. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലീക്കേജസ് ഓഫ് ദ മൾട്ടിപ്ലയറിലുള്ള പ്രധാനപ്പെട്ട ലീക്കേജസ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് മൾട്ടിപ്ലയർ ഈസ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ MPC അല്ലെങ്കിൽ ഇൻവേഴ്സ് അല്ലെങ്കിൽ ബൈ ഇറ്റ്സ് ഇൻവേഴ്സ് അല്ലെങ്കിൽ MPS അല്ലേ, രണ്ടും ഒരേപോലെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിൽ മൾട്ടിപ്ലയറിൽ കുറേ ലീക്കേജ് ഉണ്ട്. ഓക്കെ, അത് മൾട്ടിപ്ലയർ ഇഫക്റ്റിനെ വീക്കൻ ചെയ്യുന്ന അഡ്വേഴ്സായിട്ട് ഇഫക്റ്റ് ചെയ്യുന്ന കുറേ വേരിയബിൾസ് ഉണ്ട്. അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ലീക്കേജസ് ഓഫ് മൾട്ടിപ്ലയർ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ലീക്കേജസ് എന്ന് പറയുന്നത് സേവിങ്സ് ആണ്. സേവിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലീക്കേജ് ഓഫ് ദ മൾട്ടിപ്ലയർ. ഓക്കെ, അപ്പോൾ സേവിങ് ഒരു ലീക്കേജ് ആണ്. അപ്പോൾ ഇഫ് ദ MPS ഈസ് ഹൈ അല്ലെങ്കിൽ സേവിങ് ഈസ് ഹൈ ആണെങ്കിൽ സ്മാളർ ഈസ് ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ. എക്കോണമിയിൽ സേവിങ് ഹൈ ആയാലും എന്താണ് പിന്നെ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ സ്മാളർ ആയിരിക്കും. സ്മാളർ ദ ക്യൂമുലേറ്റീവ് ഇഫക്റ്റ് ഓഫ് ഇനീഷ്യൽ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ഇൻകം. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഓൺ ഇൻഫ്ലുവൻസ് ഓൺ കൺസംഷൻ എന്തായിരിക്കും അത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ഇൻകം. അപ്പോൾ സേവിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലീക്കേജ് ഓഫ് ദ മൾട്ടിപ്ലയർ. if saving is high, the smaller is the value of the multiplier. Saving കൂടിയാൽ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ സ്മാൾ ആയിരിക്കും, ചെറുതായിരിക്കും. ആൻഡ് സ്മാളർ ദ ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഓഫ് ഇനീഷ്യൽ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ഇൻകം. ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഓൺ ഇൻകം ഉണ്ടല്ലോ, അത് സ്മാൾ ആയിരിക്കും സേവിങ് ഉണ്ടായാൽ. രണ്ടാമത് ഡെപ്റ്റ് ക്യാൻസലേഷൻ. ഇഫ് ദ റെസിപ്റ്റൻസ് ഓഫ് ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ യൂസ് ആസ് പാർട്ട് ഓഫ് ദ ഇൻകം ടു റീപേ ദ ബാങ്ക് ഡെപ്റ്റ്. ഇപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ ഡെപ്റ്റ് ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡെപ്റ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ദാറ്റ് പാർട്ട് ഓഫ് ഇൻകം ഡിസപ്പിയർ ഫ്രം ദ ഇൻകം സ്ട്രീം. അങ്ങനെ ഡെപ്റ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ ഇൻകം സ്ട്രീമിൽ നിന്നും ഒരു പാർട്ട് പോവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, സിൻസ് ദ എമൗണ്ട് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ദ കൺസംഷൻ പ്രൊഡക്ഷൻ. കടം വീട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല, പ്രൊഡക്ഷനിലൊന്നും വരുന്നില്ല, ബാങ്കിൽ ലോൺ അടച്ച് വീട്ടിയ. അപ്പോൾ ഡെപ്റ്റ് ക്യാൻസലേഷൻ ഈസ് അനദർ ലീക്കേജസ് ഓഫ് മൾട്ടിപ്ലയർ. അപ്പോൾ സേവിങ് ഈസ് ലീക്കേജ്, ഡെപ്റ്റ് ക്യാൻസലേഷൻ ഈസ് ഓൾസോ ലീക്കേജ്. പിന്നെ ലിക്വിഡിറ്റി പ്രിഫറൻസ്. നമുക്കറിയാം ദർ ഇസ് എ ടെൻഡൻസി ഓഫ് പീപ്പിൾ ടു കീപ് മണി അല്ലെങ്കിൽ ഐഡിൽ ക്യാഷ് വിത്ത് ദം ഫോർ സാറ്റിസ്ഫൈങ് ട്രാൻസാക്ഷൻ, പ്രിക്കോഷൻ ആൻഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിമാൻഡ് ഫോർ മണി, ജനങ്ങൾ ചില സമയത്ത് എന്തോ ട്രാൻസാക്ഷൻ പർപ്പസിനും പ്രിക്കോഷണറി മോട്ടീവ്സ് ആയിട്ടും അതുപോലെ സ്പെക്കുലേറ്റീവ് മോട്ടീവ്സ് കാരണവുമായിട്ടും അല്ലെങ്കിൽ ഭാവിയിൽ ഫ്യൂച്ചറിൽ
എന്തെങ്കിലും ഏണിങ്സ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പണം കയ്യിൽ വെക്കുന്ന പണം കയ്യിൽ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ്. പീപ്പിൾ ഡിസൈർ ടു ഹോൾഡ് മണി എന്നാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ്. അത് ട്രാൻസാക്ഷൻ മോട്ടീവ് ആവാം, പ്രിക്കോഷണറി മോട്ടീവ് ആവാം, സ്പെക്കുലേറ്റീവ് മോട്ടീവ് ആവാം. അങ്ങനെ ലിക്വിഡിറ്റി പ്രിഫറൻസ് കൂടിയാലും മൾട്ടിപ്ലർ ഇഫക്റ്റ് കുറയും. അപ്പോൾ മൾട്ടിപ്ലയറെ വീക്കൻ ചെയ്യുന്ന ഒരു പോയിൻ്റാണ് അല്ലെങ്കിൽ ഒരു വേരിയബിളാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ നെറ്റ് ഇമ്പോർട്ട്സ്, അതുപോലെ തന്നെ നെറ്റ് ഇമ്പോർട്ട്സ് വിൽ റിസൾട്ട് ദ ഔട്ട്ഫ്ലോ ഓഫ് ഇൻകം ടു അതർ കൺട്രി. നമുക്ക് ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളെ ഇൻകം ഫോറിൻ കൺട്രീസിലോട്ട് പോകാമെന്നാണ്. ദ ലീക്കേജ് ഫ്രം ദ ഡൊമസ്റ്റിക് ഇൻകം സ്ട്രീം ഈസ് ബെനിഫിഷ്യൽ ടു ദ ഫോറിൻ എക്സ്പോർട്ടേഴ്സ്. നമ്മളെ ഡൊമസ്റ്റിക് ഇൻകത്തിൻ്റെ ലീക്കേജ് ഉണ്ടല്ലോ, നമുക്ക് ഇവിടുന്ന് നമ്മൾ ഫോറിൻ കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഇൻകം ഇവിടുന്ന് പുറത്ത് പോകാമെന്നതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന എക്സ്പോർട്ടേഴ്സിന് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസാണ്. ഓക്കെ, അപ്പോൾ ദ ലീക്കേജ് ഫ്രം ഡൊമസ്റ്റിക് ഇൻകം സ്ട്രീം ഈസ് ബെനിഫിറ്റ് ടു ദ ഫോറിൻ എക്സ്പോർട്ടേഴ്സ് അല്ലേ. അപ്പോൾ ദിസ് വിൽ അഡ്വേഴ്സ്ലി അഫക്റ്റ് കൺസംഷൻ. അതുകൊണ്ട് നമ്മൾ ഇൻകം ഇവിടുന്ന് പോവുകയാണ്. അത് നമ്മുടെ കൺസംഷൻ ഓഫ് ഡൊമസ്റ്റിക് ഗുഡ്സിനെയും അതുപോലെ മൾട്ടിപ്ലർ ഇഫക്റ്റ് അത് ആൻഡ് മൾട്ടിപ്ലർ ഇഫക്റ്റിന് അഡ്വേഴ്സ് ആയിട്ട് ഇഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇൻകം കുറഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷനെയും മൾട്ടിപ്ലറിനെയും അഡ്വേഴ്സ് ആയിട്ട് ഇഫക്റ്റ്. അപ്പോൾ നെറ്റ് ഇമ്പോർട്ട് ഈസ് ആൾസോ എ ലീക്കേജ് ഓഫ് ദി മൾട്ടിപ്ലർ. പിന്നെ ഡൊമസ്റ്റിക് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഓൺ ഇൻകത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഡൊമസ്റ്റിക് ഇൻഫ്ലേഷൻ. An increase in the price of consumer goods implies that increase in income is absorbed by higher price. കമ്മോഡിറ്റീസിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ഇൻകം ഓട്ടോമാറ്റിക്കായിട്ട് റിയൽ ഇൻകം കുറയല്ലേ ചെയ്യാം. കിട്ടുന്ന പൈസയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലവാക്കേണ്ടി വരും. ഓക്കെ, പുതിയ പ്രൈസ് കൂടിയത് കാരണം കമ്മോഡിറ്റി ഗുഡ്സ് ആൻഡ് സർവീസും കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? അപ്പോൾ ഇൻഫ്ലേഷൻ അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യും, അതുപോലെ കൺസംഷനെയും, അതുപോലെ ദെയർബൈ പിന്നെ മൾട്ടിപ്ലയറിനെയും. അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലീക്കേജസ് ഓഫ് മൾട്ടിപ്ലയർ. അപ്പോൾ ഫസ്റ്റ് ലീക്കേജ് എന്ന് പറയുന്നത് 1 സേവിങ്, 2 ഡെപ്റ്റ് ക്യാൻസലേഷൻ, 3 ലിക്വിഡിറ്റി പ്രിഫറൻസ്, 4 നെറ്റ് ഇമ്പോർട്ട്സ്, 5 ഡൊമസ്റ്റിക് ഇൻഫ്ലേഷൻ. എല്ലാ വേരിയബിൾസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീക്കേജസ് ആണ്. ഓക്കെ, ഇനി റോൾ ഓഫ് ദ മൾട്ടിപ്ലയർ ഇൻ ദ തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. കെയ്നീഷ്യൻ തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റിൽ മൾട്ടിപ്ലയറിൻ്റെ പ്രാധാന്യം എന്ത്? മൾട്ടിപ്ലയർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ഡെവലപ്ഡ് ബൈ കെയ്ൻസിൻ്റെ ഇൻകം എംപ്ലോയ്മെൻറ്റ് തിയറീസിൽ മൾട്ടിപ്ലയർ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഓക്കെ, ടു ഹിം an actual employment in economy at any time is determined by the level of investment. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം ഒരു എക്കോണമിയിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ടൈമിലുള്ള എംപ്ലോയ്മെൻറ്റ് തീരുമാനിക്കുന്നത് ആ എക്കോണമിയിലുള്ള ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട്. ഒരു എക്കോണമിയിൽ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് വർദ്ധിക്കും. To Keynes, an initial increment in investment will increase the income by the value of multiple. ഇപ്പോൾ ഒരു തുടക്കത്തിലൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടായാൽ അത് ഇൻകത്തിലുണ്ടാകുന്ന വർധനവ് എന്ന് പറയുന്നത് മൾട്ടിപ്ലർ ഇഫക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഇൻകം ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രത്യേകത ഒരു ഇനീഷ്യൽ ഒരു ഇൻക്രിമെൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അത് ഇൻകത്തിലുണ്ടാകുന്നത് ഒരു മൾട്ടിപ്ലർ ഇഫക്റ്റ് ആയിരിക്കും. ദസ് മൾട്ടിപ്ലയർ ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻകം വർദ്ധിക്കും, എംപ്ലോയ്മെൻറ്റ് വർദ്ധിക്കും. അപ്പോൾ അതിൽ വളരെ പ്രാധാന്യം മൾട്ടിപ്ലയറിനുണ്ട്. ഓക്കെ, സീൻ ദ മൾട്ടിപ്ലയർ ഈസ് എ ക്യുമുലേറ്റീവ്. എ റൈസ് ഓർ ഫാൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലീഡ്സ് ടു ക്യുമുലേറ്റീവ് റൈസ് ഓർ ഫാൾ ഇൻ ഇൻകം. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാലും കുറഞ്ഞാലും അതെന്താണ്, ഒരു ക്യുമുലേറ്റീവ് റൈസ് ആണ് ഇൻകത്തിലുണ്ടാകുക. അതാണ് മൾട്ടിപ്ലർ ഇഫക്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. ഓക്കെ, ദസ് ദ മൾട്ടിപ്ലയർ ഷോസ് ദ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നീഡഡ് ടു റിമൂവ് അൺഎംപ്ലോയ്മെൻറ്റ്, മൂവ് ദ എക്കോണമി ടു ദ ഫുൾ എംപ്ലോയ്മെൻറ്റ്. അപ്പം
എക്കണോമിയിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻകത്തിൽ ക്യുമുലേറ്റീവ് രൂപത്തിൽ ഇൻകത്തിൽ വർധനവുണ്ടാവും. അങ്ങനെ മൾട്ടിപ്ലർ കെ ടൈംസ് ഇൻകം വർദ്ധിക്കും. അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. എക്കണോമി ഫുൾ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനിൽ റീച്ച് ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് ദ റോൾ ഓഫ് മൾട്ടിപ്ലർ ഇൻ ദ തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. വളരെ പ്രാധാന്യമുള്ള ഒരു കോൺസെപ്റ്റാണ് മൾട്ടിപ്ലർ കെയ്നീഷ്യൻ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ ഡിയേഴ്സ്.